സുഖമായിട്ടിരിക്കണം. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ആക്ച്വലി സൺഡേ ആണ്. നമ്മളിന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് വിഷുവിൻ്റെ അന്നായിരിക്കും. നമുക്ക് വിഷുവിൻ്റെ അന്ന് എന്തായാലും അമ്പലത്തിൽ പോകാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് പോകാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാടിൻ്റെ ഇടയിലുള്ളൊരു അമ്പലമാണ് കേട്ടോ ഇത്. നമ്മൾ പണ്ടല്ല, കഴിഞ്ഞ കൊല്ലം ഓണത്തിന് മുമ്പ് അങ്ങോട്ട് പോയതേ ഉള്ളൂ. പക്ഷേ ഇവിടെ പോകുന്നതിൻ്റെ മെയിൻ ഒരു അമ്പലത്തിൽ പോകണം, തൊഴണം, ഓക്കെ. പക്ഷേ നമുക്ക് ഫുഡ് കിട്ടും അവിടെ. മസാല ദോശയും പൂരിയും വടയും എല്ലാം കിട്ടും കേട്ടോ. അമ്പലത്തിൽ പോകുന്ന നേരത്തെ തീറ്റക്കാര്യം പറഞ്ഞാലും വിചാരിക്കരുത്. കാരണം നല്ല രീതിയിൽ അവിടെ ഫുഡൊക്കെ കിട്ടാറുണ്ട്. സുഹൃത്തുക്കൾ വൺ ഡേ പോകുന്ന ഒരു അമ്പലമാണ്. നല്ല വില കുറച്ച് കിട്ടും, നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടും, നല്ല സ്വാദിഷ്ടമായിട്ടുള്ള സൗത്ത് ഇന്ത്യൻ ഫുഡ് ആണ്. അതുകൊണ്ട് അതും കൂടെ ഇൻക്ലൂഡ് ചെയ്താണ് ഇന്ന് അമ്പലത്തിൽ പോകുന്നത്. കാടൊക്കെ ഇനി തുടങ്ങാൻ പോണേ. ഇതൊന്നും അല്ല കാട്. ഇവിടെ ആൾക്കാരെങ്കിലും ഉണ്ട്, ഓട്ടൊന്നും ആരും ഇല്ല തന്നെയല്ലേ അവിടെ. അപ്പൊ കുറച്ച് വീടൊക്കെ ഉണ്ടെങ്കിലും ഓരോ ജംഗ്ഷൻ ബേസ് ചെയ്ത് കുറച്ച് ആൾക്കാരുണ്ട്. അത്ര സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണല്ലേ. അങ്ങോട്ടൊക്കെ പാടാം. പക്ഷെ എന്നാലും മെയിൻ റോഡുണ്ട്, സപ്ലൈസ് ഒക്കെ എത്തും. ഇവിടുത്തെ ആൾക്കാർ ഏറ്റവും വലിയ ഹോബിയാണ് കേട്ടോ ഫിഷിംഗ്. കൊണ്ട് മിക്കവരുടെ വീട്ടിലും ഒരു ബോട്ടെങ്കിലും കാണും. അവരിതുപോലെ വീക്കെൻഡിൽ ബോട്ടും കൊണ്ട് പോകും. നമ്മൾ ഫൈനലി അമ്പലത്തിലെത്തി. അമ്പലത്തിൽ എന്തൊക്കെയോ ചേഞ്ചസ് ഉണ്ട്, പക്ഷെ അത് എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ഇന്ന് യഥാർത്ഥത്തിൽ അവിടെ തമിഴ്നാട് ന്യൂ ഇയർ എങ്ങാണ്ടായിരുന്നു കേട്ടോ. എന്തോ രഥോത്സവം കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് അവരുടെ കൾച്ചറിനെ പറ്റി വലിയ ഐഡിയ ഇല്ല. പക്ഷെ അന്നദാനം ഉണ്ടായിരുന്നു. നല്ല ദിവസമാണ് വന്നത്. നമ്മൾ ഇവിടെയൊക്കെ അന്നദാനമൊക്കെ ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ വിചാരിച്ചില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഈ കൺഫ്യൂഷൻ ആയിരുന്നു, നമ്മൾ പൈസ കൊടുക്കണോ വേണ്ടേന്നൊക്കെ. പിന്നെ അവരുടെ സാമ്പാർ കിടിലായിരുന്നു കേട്ടോ. സൂപ്പർ സാമ്പാറായിരുന്നു. കഴിക്കാൻ നമുക്ക് തന്നത് സാമ്പാർ, തോരൻ, പിന്നെ സാലഡ്, പിന്നെ തൈരുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. കേരള സ്റ്റൈലായാലും തമിഴ്നാട് സ്റ്റൈലായാലും അന്നദാനം എന്നും അന്നദാനം. അതിൻ്റെ ആ ഒരു ഓറ എപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. നല്ല തിരക്കായിരുന്നു കേട്ടോ. നമുക്ക് സത്യം പറഞ്ഞാൽ ക്യൂവിൽ എത്തിയതെന്ന് തന്നെ നമ്മളിങ്ങനെ വെറുതെ വായി നോക്കി നിൽക്കുമായിരുന്നു. നോക്കിയപ്പോൾ ഒരു ക്യൂ ഉണ്ടാവും. നമ്മൾ പിന്നെ ക്യൂവിൻ്റെ ഇടയിൽ തന്നെ കയറിയിരുന്നു. അങ്ങനെയാണ് നമുക്ക് സത്യം പറഞ്ഞാൽ അപ്പോൾ ഫുഡ് ഇട്ടത്. പിന്നെ നോക്കിയപ്പോൾ രഥമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ രഥം എന്തിനാണ് അവിടെ വച്ചേക്കുന്നത്, മേ ബി ഇനി വല്ല പരിപാടി ഉണ്ടോ എന്ന് അറിയത്തില്ല. ഏകദേശം ഇന്ത്യക്കാർ മൊത്തം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം പല പല ലാംഗ്വേജ് ഒക്കെ നമുക്ക് സൈഡിൽ കൂടെ കേൾക്കാമായിരുന്നു. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ അല്ല കേട്ടോ. ഇവിടെ ശിവലിംഗത്തിൽ നമുക്ക് പാലൊഴിക്കാം, പിന്നെ വെള്ളം ഒഴിക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഈ അമ്പലത്തിൻ്റെ തൊട്ട് താഴെ ഇതുപോലൊരു ചെറിയൊരു തടാകം ഉണ്ടായിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് ഇത് കണ്ടില്ല. കാരണം ഇതിനു മുമ്പ് ഈ പാർക്കിംഗ് ഒന്നും ഇത്രയും മീൻസ് അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സൂപ്പർ സ്ഥലമായിരുന്നു കേട്ടോ. പറയാണ്ടിരിക്കാൻ വയ്യ. അടിപൊളി സ്ഥലമായിരുന്നു. പീസ് എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും പീസ് കുറേ നാളായി കിട്ടിയിട്ടെന്നുള്ള ഫീലായിരുന്നു അവിടെ എത്തിയപ്പോൾ. തണുത്ത കാറ്റ്. ഇവിടെ നല്ല സമാധാനമുള്ളൊരു സ്ഥലം കേട്ടോ. എന്നുവെച്ചാൽ സമാധാനത്തിൻ്റെ എക്സ്ട്രീം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. നാടുപോലെ ആണ്. നാടുപോലെ എന്നൊക്കെ പറയാൻ പറ്റില്ലെങ്കിലും സാധാരണ നമ്മൾ താമസിക്കുന്ന അവിടെയാണെങ്കിലും ഇതുപോലത്തെ സ്ഥലമൊന്നുമില്ല. ബാക്കിൽ കാർ പാർക്ക് കണക്ക് ഉണ്ടെങ്കിലും ഫ്രണ്ട് ഭയങ്കര തണുത്ത കാറ്റെന്ന് പറഞ്ഞാൽ അൽക്കിട്ടില്ല. പൊളി കേട്ടോ. അത് പൊളി വൈബ്. നമ്മൾ ഇതുവരെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങോട്ടൊന്നും ഇതിനു മുമ്പ് എക്സ്പാൻഡ് ആയിട്ടില്ലായിരുന്നു. എൻ്റെ ബാക്കിൽ കാണുന്നതുണ്ടല്ലോ. നല്ല ബിസിനസ് ഉണ്ട് കേട്ടോ. ഇത് നല്ല രീതിയിൽ കാശുണ്ട്, അതുകൊണ്ട് തന്നെ എക്സ്പാൻഡ് ചെയ്ത്. പക്ഷെ ഇത് കിടില്ല. നമുക്കൊരു അമ്പലം തുടങ്ങാനുള്ളത്. എനിക്ക് ഇതുപോലത്തെ ഒരു സ്ഥലത്ത് വീഡിയോ വെച്ചാൽ കൊള്ളാം. എനിക്കവിടെ നിന്ന് വരാനേ തോന്നുന്നില്ലായിരുന്നു. ഞാനിങ്ങനെ ഓരോ ഈ ഇല വരെ അനങ്ങുന്നത് വരെ ഇങ്ങനെ ഞാൻ നോട്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപാട് നാളായി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടൊക്കെ. സാധാരണ എന്തെങ്കിലുമൊക്കെ പുറത്ത് പോകുമ്പോൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ പോകും. പക്ഷേ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഈ അമ്പലം അടുത്തുള്ളതുകൊണ്ടാണോ അതോ പോണ്ട് അവിടെ ഉള്ളതുകൊണ്ടാണോ ഒന്നും അറിയത്തില്ല. പക്ഷേ ആ ഒരു ഫീൽ കിടിലായിരുന്നു. നമ്മളിങ്ങനെ വിചാരിക്കുമായിരുന്നു നാട്ടിൽ പോകുന്നത് മിസ് ചെയ്തു. പിന്നെ വീടിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഒരു കുളമുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ നിന്നു. പിന്നെ നമ്മൾ പയ്യെ അവിടെ നിന്ന് തിരിക്കാൻ തുടങ്ങി. ഇപ്പോൾ കാണുന്ന സ്ഥലത്തുണ്ടല്ലോ, ഇവിടെ ക്യാമ്പേഴ്സാണ് കേട്ടോ താമസിക്കുന്നത്. ഇവർക്ക് എല്ലാ സ്ഥലത്തും അനുവാദമില്ല, പക്ഷേ ചില സ്ഥലത്ത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നമ്മൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോവാണ്. ഫുഡൊന്നും കിട്ടിയില്ല. അത് ശരിയാണ്. വിചാരിച്ച് ഭക്ഷണം കിട്ടിയില്ല, പക്ഷെ കൊള്ളായിരുന്നു.
നല്ല ഫുഡായിരുന്നു. സാമ്പാർ സൂപ്പർ സാമ്പാറായിരുന്നു. എനിക്കാണ് അവരുടെ ഡാലിട്ട് വെച്ചുകൊണ്ടാണ് വേറൊരു വെറൈറ്റി ആയിരുന്നു. സാമ്പാറിൽ അല്ല നമ്മുടെ സാധാരണ ഇടുന്ന പരിപ്പായിരിക്കില്ല അവർ യൂസ് ചെയ്യുന്നത്. കൊള്ളായിരുന്നു, വെറൈറ്റി ആയിരുന്നു. അറിയത്തില്ല, പക്ഷേ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അല്ലെങ്കിൽ അമ്പലത്തിൽ ഇടുന്ന സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. എന്താണ് വീട്ടിൽ എത്ര വെക്കാൻ ശ്രമിച്ചാലും അതുപോലെ വരത്തേ ഇല്ല. ആദ്യം അവിടെ ചെന്നപ്പം കല്യാണമാണെന്നാണ്. കൊള്ളായിരുന്നു, ഒരുപാട് ആളുണ്ടായിരുന്നു, ഒരുപാട് ആള്. ഒരു കല്യാണത്തിനുള്ള ആൾ അവിടെ ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ കല്യാണമാണെന്ന് ആദ്യം വിചാരിച്ചത്. കൊട്ടും മേളോ എല്ലാം ഉണ്ടായിരുന്നു, ആഘോഷമായിരുന്നു. അങ്ങനെ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും നമ്മളുടെ വക ഹാപ്പി വിഷു. ബൈ ബൈ.